ഹലോ ഗൈസ്, ഞാനിന്ന് വന്നിട്ടുള്ളതേ വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സാലഡുമായിട്ടാണ്. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സാലഡാണ്. ഇതിനു വേണ്ടി ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഞാൻ രണ്ടും എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റ്, ഒരു കുക്കുംബർ, ഒരു ചെറിയ ആപ്പിൾ. ഇപ്പോൾ വലിയ ആപ്പിളാണെങ്കിൽ പകുതി മതി കേട്ടോ. പിന്നെ ഒരു കുറച്ച് കഷ്ണം ക്യാബേജ്. അങ്ങനെ ഇത്രയാണ് ഞാൻ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ളത്. അത് ഓരോന്നായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടു. പിന്നെ നമ്മൾ ഈ ക്യാബേജ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലപോലെ വൃത്തിയാക്കണം. ഞാൻ കുറച്ച് ഉപ്പും വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് നേരം അതങ്ങ് ക്ലീൻ ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രമാണ് ക്യാബേജ് എടുക്കുക. കാരണം അതിൽ ഒരുപാട് വിഷമൊക്കെ അടിച്ചിട്ടാണ് വരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹെൽത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ക്യാബേജ് മാത്രമല്ല, വേറെ എന്ത് വെജിറ്റബിൾസും ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിലും നല്ലപോലെ വൃത്തിയാക്കണം. അങ്ങനെ ഇതാ വെജിറ്റബിൾസൊക്കെ ഞാൻ എന്താ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ അപ്പുറത്ത് വേറെ ഒരു പരിപാടി ചെയ്തായിരുന്നു. ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ചൂടാക്കിയിട്ടേ നമ്മുടെ ഈ സോയ ഉണ്ടല്ലോ, സോയ ചൂടുവെള്ളത്തിലിട്ട് കഴുകി അതിൽ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതാ പാനിലേക്ക് ഇട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തു. ഒരു ഭംഗിക്ക് വേണ്ടി 2 കഷ്ണം ക്യാപ്സിക്കം ഇട്ടിട്ടോ. ഈ സോയയ്ക്ക് പകരം നമുക്ക് ചിക്കനും പനീറും ഒക്കെ യൂസ് ചെയ്യാം. ഞാനിടയ്ക്ക് ചിക്കൻ എടുക്കാറുണ്ട്. വീട്ടിൽ ചിക്കൻ മേടിക്കുമ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എനിക്ക് മാറ്റി വയ്ക്കും. അങ്ങനെ ചിക്കനും ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ സോയയും പനീറൊക്കെ, സോയ ഇഷ്ടമില്ലാത്തവർക്ക് പനീർ ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ അതൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസിലേക്ക് ഇടുക. അതിനുശേഷം നമുക്കൊരു ചെറിയൊരു ക്രീം, ഒരു ഡ്രസ്സിങ് പോലെ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ തലേദിവസം കുറച്ച് ബദാം വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു, അതെടുത്തു. അതിനുശേഷം 2 മുട്ട പുഴുങ്ങിയതെടുത്തു. പിന്നെ 2 കഷ്ണം വെളുത്തുള്ളി. ഈ മുട്ട പുഴുങ്ങിയതിൻ്റെ ഒരു ഉണ്ണി ഞാൻ കഴിച്ചു. ഒരെണ്ണം ഞാൻ മാറ്റി വെച്ചു, വീട്ടിൽ വേറെ ആർക്കെങ്കിലും കഴിക്കാമല്ലോ. അതെടുത്തു. അതിനുശേഷം അതിലേക്ക് കുറച്ച് മിൽക്കി മിസ്റ്റിൻ്റെ ഞാൻ പുളിയില്ലാത്ത തൈരാണ് എടുത്തത്. അതും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ട് നമ്മുടെ ഈ വെജിറ്റബിൾസിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. നന്നായിട്ട് കഴിക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഈ വെജിറ്റബിൾസിൻ്റെയോ സോയയുടെയോ അല്ലെങ്കിൽ ചിക്കൻ്റെയോ ഒന്നും റോ ആയിട്ടുള്ള സ്മെല്ലുണ്ടാവില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ.